KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ തീരുമാനമായില്ല, ചർച്ചകൾ തുടരും. DCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തുമെന്നും ഉചിതമായ സമയത്ത് പ്രഖ്യാപനമുണ്ടാകുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. KPCCയുടെ നേതൃനിരയിൽ മാത്രമാണ് അടുത്ത കാലത്ത് മാറ്റം വരുത്തിയിട്ടുള്ളത്. പ്രിയങ്ക ജി ഒഴിച്ചുള്ള എല്ലാ MP-മാരുമായിട്ട് 1-2 തവണ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനി കേരളത്തിലേക്ക് തന്നെ മടങ്ങി അവിടെയുള്ള നേതാക്കന്മാർ, അത് സംസ്ഥാന നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്, DC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ ഒന്നുകൂടി ചർച്ച നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്ത് നടത്തും. ഡൽഹി ചർച്ചകൾ വിജയകരമായിരുന്നോ അതോ പരാജയമാണോ? ഒരു തരത്തിലും ഒരു പരാജയവുമില്ല, വളരെ വിജയകരമായിട്ടുള്ള ചർച്ചകളാണ്. അത് ഇനിയും ഡൽഹിയിൽ എപ്പോഴും വരാമല്ലോ, അത് ഇനിയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, അതായത് ഈ പുനഃസംഘടന വൈകും, പട്ടിക വരാൻ ഇനിയും സമയമെടുക്കും അല്ലേ? അനുജ, അന്തിമ തീരുമാനമായിട്ടില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. നിലവിൽ ഡൽഹി കേന്ദ്രീകരിച്ച പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് KPCC അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നത് MP-മാരുമായി നിരവധി തവണ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്, അവരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട്. കാരണം പല നേതാക്കളും ഓരോ വെവ്വേറെ ആവശ്യങ്ങളാണ് മുൻനിർത്തിയിട്ടുള്ളത്. അതായത് യുവപ്രാതിനിധ്യം ഈ DCC അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ വേണം. ഒപ്പം ചിലർ പറഞ്ഞിരിക്കുന്നത് ദളിത് പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കണം. അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം പരിഗണിച്ചുകൊണ്ട് ഒരു പട്ടികയിലേക്ക് എത്താനുള്ള ശ്രമമാണ് KPCCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ സൂചന തന്നെയാണ്. തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും കേരള ഹൗസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മുറിയിൽ ദീപദാസ് മുൻഷി അടക്കമുള്ളവർ എത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ ചർച്ചകൾ നടന്നത്. എന്തായാലും ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ഇനി കേരളത്തിൽ മടങ്ങിച്ചെന്നതിന് ശേഷം അവിടെ MLA-മാരുമായും DCC അധ്യക്ഷന്മാരുമായി എല്ലാം അടുത്ത ഒരു റൗണ്ട് കൂടിക്കാഴ്ച കൂടി നടത്തും. അവരുടെ അഭിപ്രായങ്ങൾ കൂടി ഇക്കാര്യത്തിൽ തേടും. അതിനെല്ലാം ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ പ്രാഥമിക ചർച്ചകളാണ് നടക്കുന്നത് എന്നാണ് KPCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ അറിയിക്കുന്നത്. അതായത് അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും വൈകും എന്നത് തന്നെയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിലൊരു സമവായത്തിലെത്താനോ നേതാക്കളുടെ അഭിപ്രായങ്ങളിൽ ഒരു അനുനയത്തിന് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പല അഭിപ്രായങ്ങൾ പല നേതാക്കളും ഇക്കാര്യത്തിൽ അറിയിക്കുന്നു. ഒരു തീരുമാനം ഡൽഹി ചർച്ചയിൽ കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഈ നിലവിൽ വരുന്ന വിവരം. ചർച്ചകൾ തുടരും, ഉചിതമായ സമയത്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം.